ശ്രീ ബി എൻ ഹസ്കർ, പാർട്ടി എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. UDF 5% കുറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് കുറഞ്ഞത് 1% മാത്രമാണെന്നും അടിത്തറ ഭദ്രമാണെന്നും പാർട്ടി കേന്ദ്രങ്ങളിൽ വരെ BJP എത്തിയിട്ടുണ്ടെന്നും വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നുമുള്ള കാര്യം വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതികരണം? സ്മൃതി, നമ്മൾ സാങ്കേതികമായി ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ സാങ്കേതികമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടി വരും. അപ്പോൾ കണക്കുകളാണ് പ്രധാനമായി. 1% വ്യത്യാസം മാത്രമേ 1% വോട്ടുകൾ LDF നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ BJP സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത ഇനി മറച്ചു വെച്ചിട്ട് അത്തരം വസ്തുതകൾ ഇല്ല എന്ന് ധരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ ഒരു വിലയിരുത്തൽ ഇക്കാര്യത്തിലുണ്ടാവും. ഒന്നാമതായി, എന്തുകൊണ്ട് തൃശ്ശൂരിൽ പരാജയപ്പെട്ടു? തൃശ്ശൂരിലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ രാജു പി നായർ പറയുന്ന കണക്കല്ല അവിടെ ഉള്ളത്. 3,21,79% 2019 പോൾ ചെയ്യപ്പെട്ടപ്പോൾ 3,21,000 വോട്ടുകളാണ് LDF സഖാവ് രാജാജി മാത്യുവിന് പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴോ 3,24,000 71% വോട്ടുകളാണ് ഇപ്രാവശ്യം അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 3,24,000 വോട്ടുകളായി സുനിൽകുമാറിൻ്റെ വോട്ടുകൾ കൂടിയിട്ടാണ് ഉള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് അത് വ്യക്തിപരമായി അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് തൃശ്ശൂരിൽ മാത്രം പോയി എന്ന് പരിശോധിക്കണം. ബാക്കി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലെയല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കാണാറുള്ളത്. 2019 2024 കണ്ടത് അതുതന്നെയാണ്. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ BJPയെ എതിർക്കുവാൻ കഴിയുന്നത് കോൺഗ്രസിനും UDFനുമാണെന്ന ധാരണയിലാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചത്. അത് വിനയത്തോടുകൂടി അംഗീകരിക്കുന്നതിന് ഒരു സഹായത്തോടുകൂടി പോവുകയാണെങ്കിൽ ഇടത് കേന്ദ്രങ്ങളിലെ വോട്ട് എത്രത്തോളം പോയി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണ്ടേ? ഗുരുവായൂരിൽ BJP 3-ാം സ്ഥാനത്ത്. ഗുരുവായൂർ ഏതായാലും വിട്ടുകളയാം. മണലൂരിൽ BJP 8,013 വോട്ടിനാണ് മുന്നിലായിരുന്നത്. ഒല്ലൂരിൽ BJP 10,363 വോട്ടിന്. തൃശ്ശൂരിൽ BJP 14,117 വോട്ടിന്. നാട്ടികയിൽ BJP 13,945. ഇരിഞ്ഞാലക്കുടയിൽ BJP 13,016 വോട്ടിന് മുന്നിൽ. പുതുക്കാട് BJP 12,692 വോട്ടിന് മുന്നിൽ. ഇതൊക്കെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണോ? ഇത് മുഴുവൻ UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണോ? അല്ല, നിശ്ചയമായും അങ്ങ് പറഞ്ഞതുപോലെ 6 മണ്ഡലങ്ങൾ LDFന്റെ സിറ്റിംഗ് MLAമാരുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിലല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ച് പരിശോധിക്കൂ. ആ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് വോട്ടുകൾ ചോർന്നിട്ടുള്ളതെന്ന്. അതിനു പകരം ഇടതുപക്ഷത്തെ കളിയാക്കുന്നതിനോ ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നതേ, ഇതൊരു പരാജയം തന്നെയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പാർലമെന്റിൽ സാന്നിധ്യം അറിയിക്കേണ്ട ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം പരീക്ഷണത്തിന് ഇറക്കിയിട്ടും അത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതിനോട് ഒരു മടിയുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആരോപണമായി വരുന്നത് തൃശ്ശൂരിൽ ഡീൽ നടന്നു എന്നുള്ള ആരോപണമാണ്. ഡീൽ നടക്കാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. EP-യുമായുള്ള ചർച്ചയെക്കുറിച്ച് ആ രൂപത്തിലാണ് വ്യാഖ്യാനം വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, അക്കൗണ്ട് തുറക്കുകയും ചെയ്തിരിക്കുന്നു BJP. സ്വാഭാവികമായും ആ സംശയം ഉയരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ അതിന് വ്യക്തമായൊരു മറുപടി പറയാനുണ്ടോ എന്നുള്ളതാണ്. എങ്ങനെ BJPക്ക് അക്കൗണ്ട് തുറക്കാനായി? അവിടെ അങ്ങ് അവർ വിജയിച്ചോട്ടെ എന്ന് തീരുമാനിക്കുകയാണോ? അവിടുത്തെ പ്രചാരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സ്മൃതി, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി CPIയുടെ സഹ സുനിൽകുമാർ, ആ മണ്ഡലത്തിലെ നിരവധി പേരുമായി വ്യക്തിബന്ധമുള്ള ഒരു മനുഷ്യൻ, സംശയമില്ല, അതിലൊരു തർക്കമില്ലല്ലോ. മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതൊരു തർക്കമില്ല. സംഘടനാ പ്രവർത്തനം അങ്ങ് പരിശോധിക്കൂ. അവിടെ നടന്നിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെ ചിട്ടയും അടുക്കുമായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിരവധി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സംഘപരിവാറിനെ തറപറ്റിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഞങ്ങളുടെ മുഖ്യ ശത്രു സംഘപരിവാറാണ്. BJPയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി. BJPയെ തറപറ്റിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ ചെയ്തത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമോ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമോ തീരുമാനിച്ചാൽ CPMന്റെ വോട്ടുകൾ ചോർത്തി കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മൗഢ്യത്തിലല്ല നാം നിൽക്കേണ്ടത്. വസ്തുതകളായി കണ്ട് പരിശോധിക്കണം.
അതിന് പകരം ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇതിപ്പോൾ ഒരു പക്ഷേ ഇ പി നടത്തിയിട്ടുള്ള ഡീലാണെന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ തൃശ്ശൂരിൽ അങ്ങനെ 75,000 വോട്ട് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന തരത്തിൽ മറിച്ചു കൊടുക്കാനാവുമെങ്കിൽ അതൊരു വലിയ സ്വാധീനം തന്നെയാണ്. അങ്ങനെ കരുതാനാവുമോ? ഇനി അങ്ങനെ ഡീലല്ല എങ്കിൽ കൂടിയും പാർട്ടി വോട്ടുകൾ പാർട്ടി വോട്ടുകൾ എങ്ങനെ ചോർന്നു എന്നത് പരിശോധിക്കേണ്ടത് തന്നെയല്ലേ? പാർട്ടി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് ഈ തരത്തിൽ വോട്ട് ചോർച്ച BJP-യിലേക്ക് ഉണ്ടാകുന്നത്? നോക്കൂ, BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങൾ LDF സീറ്റുകളാണ്. ഞങ്ങൾക്കൊന്നും പോയിട്ടില്ല, ഞങ്ങളുടെ അടിത്തറ ഭദ്രമെന്ന് ഇപ്പോഴും പറയുകയാണ് പാർട്ടി സെക്രട്ടറി. അങ്ങനെയല്ല, കണക്കുകൾ പരിശോധിച്ചാൽ സാങ്കേതികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചിട്ടാണ് അങ്ങും ശ്രീ രാജു പി നായരും ഒക്കെ ചർച്ച ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കല്ല പരിശോധന. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് നോക്കൂ. 2019 ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും പാർലമെന്റിലെ പാറ്റേണിൽ എങ്ങനെ വോട്ട് ചെയ്തു അത് പരിശോധിക്കണ്ടേ? അതിന് പകരം 2024 തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണോ പരിശോധിക്കുന്നത്? 2019 ഞങ്ങൾക്കേറ്റ ആഘാതം, ആ ആഘാതത്തെ തുടർന്ന് ഞങ്ങൾ വളരെ കൃത്യമായി അത് പഠിച്ചു. ഞങ്ങളുടെ പിശകുകൾ ഞങ്ങൾ തിരുത്തി. ഞങ്ങൾ വളരെ കൃത്യമായ അടുക്കും ചിട്ടയുമായ സംഘടനാ പ്രവർത്തനം നടത്തി. അതുകൊണ്ടാണല്ലോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എക്കാലത്തെയും റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ജയിച്ചു വരാനായത്. അതുതന്നെ ഇനിയും ആവർത്തിക്കും, ഒരു സംശയം വേണ്ട. ഞങ്ങൾ വന്നിട്ടുള്ള പെശകുകൾ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള പരിക്കുകൾ, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നു. ഞങ്ങൾ പരിശോധിക്കും. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇനിയിപ്പോൾ ഭരണവിരുദ്ധ വികാരം, നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രചരണ വേല എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമായിരുന്നല്ലോ. ആ ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് തിരുത്തലാണ് നടത്താൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആർക്കെതിരെയാണ് പ്രചാരണം നടത്തിയതെന്ന് രണ്ടാമത്തെ കാര്യം. ശ്രീ BN ഹസ്കാർ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും രാഹുൽ ഗാന്ധിയെ BJP പോലും ഒഴിവാക്കിയ പപ്പു പ്രയോഗത്തിലെ, പപ്പു എന്ന് വിളിച്ചില്ലെങ്കിലും ആ പേര് പറയിക്കരുത് എന്ന രൂപത്തിൽ പറഞ്ഞു, ഇല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.